വോട്ടർ ടേൺ ഔട്ട് റിപ്പോർട്ട് ECI ഫോം ID PS05 എന്ന ഫോം എങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസർമാർ അഥവാ പോളിംഗ് ഓഫീസർമാർ പൂരിപ്പിക്കണം എന്നത് സംബന്ധിച്ചാണ്. ECI ഫോം ID PS05 വോട്ടർ ടേൺ ഔട്ട് റിപ്പോർട്ട് അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ലോക്സഭാ മണ്ഡലത്തിന്റെ പേരും നമ്പറും, നിയമസഭാ സെഗ്മെന്റിന്റെ പേരും നമ്പറും, സംസ്ഥാനത്തിന്റെ പേര്, പോളിംഗ് സ്റ്റേഷന്റെ നമ്പറും പേരും, ഇത്രയാണ് അതിന്റെ ആദ്യ ഭാഗത്ത് നൽകേണ്ടത്. ഒന്നാമത്തെ ചോദ്യം തിരഞ്ഞെടുപ്പ് തീയതിയെ സംബന്ധിച്ചാണ്. തിരഞ്ഞെടുപ്പ് തീയതി അവിടെ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം ആകെ വോട്ടർമാരുടെ എണ്ണത്തെക്കുറിച്ചാണ്. മെയിൽ, ഫീമെയിൽ, തേർഡ് ജെൻഡർ എന്ന 3 തരത്തിലുമുള്ള ആകെ വോട്ടർമാരുടെ എണ്ണം രേഖപ്പെടുത്തി ഗ്രാൻഡ് ടോട്ടലും അതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടുത്തെ കണക്കുകൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ ഫോം M27 കോളം 11 സംഖ്യയുമായി തുലനം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫോം 17C അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് എന്ന ഫോമിലെ ചോദ്യം 6 നൽകുന്ന ഉത്തരവും ഇവിടുത്തെ ആകെ വോട്ടർമാരുടെ ഉത്തരവും തുല്യമായിരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചോദ്യം എപ്പിക് ഉപയോഗിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണത്തെക്കുറിച്ചാണ്. 17A രജിസ്റ്ററിൽ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കി ആ കണക്കിൽ നിന്ന് എപ്പിക് ഉപയോഗിച്ച് വോട്ട് ചെയ്തവരുടെ EP എന്ന് അടയാളപ്പെടുത്തിയത് എണ്ണി തിട്ടപ്പെടുത്തി ആ സംഖ്യയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. നാലാമത്തെ ചോദ്യം എത്ര ടെൻഡേർഡ് വോട്ടുകൾ ചെയ്തു എന്നുള്ളതാണ്. ടെൻഡേർഡ് വോട്ടുകളുടെ എണ്ണം 16ാമത്തെ ചോദ്യം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ 16ാമത്തെ ചോദ്യവും തുല്യമായിരിക്കുകയും വേണം. ഇവയെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ പ്രസ്തുത ഭാഗത്ത് ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. വോട്ടർ ടേൺ ഔട്ട് റിപ്പോർട്ട് ഫോർ പോളിംഗ് സ്റ്റേഷൻ ഫോം PS05 ഏത് പാക്കറ്റിലാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇടേണ്ടതായ പ്രിന്റ് ചെയ്ത കവറും കാണുകയില്ല. വോട്ടർ ടേൺ ഔട്ട് റിപ്പോർട്ട് ഉപയോഗിക്കുന്നത് പോളിംഗ് ദിവസം വൈകുന്നേരം പോളിംഗിനെ സംബന്ധിച്ച ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ എൻട്രി ഫോം എന്ന നിലയിലാണ്. ആയത് അന്ന് വൈകുന്നേരം തന്നെ കളക്ഷൻ സെന്ററിലെ നിന്നു തന്നെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് പോകേണ്ടതാണ്. അതുകൊണ്ട് ഈ PS05 വോട്ടർ ടേൺ ഔട്ട് റിപ്പോർട്ട് എന്ന ഫോറം ഒരു പ്ലെയിൻ കവറിൽ അകത്താക്കി അതിന് പുറത്ത് 2/6 എന്ന് രേഖപ്പെടുത്തി പുറത്ത് വോട്ടർ ടേൺ ഔട്ട് റിപ്പോർട്ടും എന്നും രേഖപ്പെടുത്തി ഏത് പോളിംഗ് സ്റ്റേഷൻ ഏതാണ് എന്നുള്ള വിവരങ്ങളും നൽകി സ്ക്രൂട്ടിനി കവറിനോടൊപ്പമാണ് നൽകേണ്ടത്. വോട്ടർ ടേൺ ഔട്ട് റിപ്പോർട്ട് ഫോർ പോളിംഗ് സ്റ്റേഷന്റെ കവറിന് 2/6 എന്ന് നമ്പർ ചെയ്യുകയും അത് 2/1 എന്ന സ്ക്രൂട്ടിനി ഡോക്യുമെന്റ്സിനൊപ്പം വയ്ക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ് ബുക്കിൽ ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തലുകളോ ഇത് സംബന്ധിച്ച് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ 2/1 എന്ന കവറിനകത്താക്കി ഈ കവർ കളക്ഷൻ സെന്ററിൽ തിരികെ ഏൽപ്പിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏജന്റുമാരുടെ പങ്ക് എന്ത് എന്നതിനെ കുറിച്ചാണ്. പ്രിസൈഡിംഗ് ഓഫീസർമാർ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഫോറങ്ങളിലാണ് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങേണ്ടത് എന്നും ഈ വീഡിയോ ചർച്ച ചെയ്യുന്നു. സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റോ ആണ് പോളിംഗ് സ്റ്റേഷനകത്തെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെയും വോട്ടർമാരുടെയും പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിനായി തങ്ങൾക്ക് വേണ്ടി നിരീക്ഷിക്കുന്നതിനായി പോളിംഗ് ഏജന്റുമാരെ നിയമിക്കുന്നത്.
ഫോറം 10 അപേക്ഷയിലാണ് പോളിംഗ് ഏജന്റുമാരെ നിയമിക്കേണ്ടത്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പോളിംഗ് ബൂത്തിൽ ഒരു പോളിംഗ് ഏജന്റിനെയും 2 റിലീവിംഗ് ഏജന്റുമാരെയും നിയമിക്കാവുന്നതാണ്. എന്നാൽ ഒരു സമയത്ത് ഒരു പോളിംഗ് ഏജന്റിന് മാത്രമേ പോളിംഗ് ബൂത്തിൽ പ്രവേശനമുള്ളൂ. ഒരു സ്ഥാനാർത്ഥിക്കോ ചീഫ് ഇലക്ഷൻ ഏജന്റിനോ ഒരു പോളിംഗ് ഏജന്റിനെ മാറ്റി നിയമിക്കുവാൻ വകുപ്പുണ്ട്. അതനുസരിച്ച് ഫോം 11 റിവോക്കേഷൻ ഓഫ് പോളിംഗ് ഏജന്റ്സ് എന്ന ഫോറത്തിലാണ് അപേക്ഷ നൽകേണ്ടത്. പോളിംഗ് ദിനത്തിൽ 8 സന്ദർഭങ്ങളിലാണ് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് പ്രിസൈഡിംഗ് ഓഫീസറോ പോളിംഗ് ഒഫീഷ്യൽസോ വാങ്ങി സൂക്ഷിക്കേണ്ടത്. ആദ്യത്തേത് പോളിംഗ് ഏജന്റുമാരുടെ മൂവ്മെന്റ് ഷീറ്റിലാണ്. തലേന്നോ പോൾ തുടങ്ങുന്നതിന് മുമ്പോ പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള ഫോം 10 അപേക്ഷയിൽ പോളിംഗ് ഏജന്റ് ഒപ്പുവെക്കുകയും പ്രിസൈഡിംഗ് ഓഫീസർ അതിനു കീഴെ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിനോടൊപ്പം പോളിംഗ് ഏജന്റുമാരുടെ മൂവ്മെന്റ് ഷീറ്റ് അതാത് സമയങ്ങളിൽ പൂരിപ്പിച്ച് ഒപ്പു വാങ്ങിക്കേണ്ടതുണ്ട്. പോളിംഗ് ഏജന്റുമാരുടെ മൂവ്മെന്റ് ഷീറ്റിൽ ആകെ 10 കോളങ്ങളാണുള്ളത്. ആദ്യം ക്രമനമ്പറും, രണ്ടാമത്തേതിൽ പാർലമെന്ററി നിയോജക മണ്ഡലത്തിന്റെ പേരും, മൂന്നാമത്തേതിൽ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പേരും നമ്പറും, നാലാമത്തേതിൽ സ്ഥാനാർത്ഥിയുടെ പേര്, അഞ്ചാമത്തേതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര്, ആറാമത്തേതിൽ പോളിംഗ് ഏജന്റിന്റെ പേര് എന്നിവ രേഖപ്പെടുത്തി പോളിംഗ് ഏജന്റ് എത്തുന്ന സമയം ആദ്യം രേഖപ്പെടുത്തി അടുത്ത കോളത്തിൽ ഒപ്പുവെക്കണം. 9ാമത്തെ കോളത്തിൽ പോളിംഗ് ഏജന്റ് പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയം രേഖപ്പെടുത്തി 10ാമത്തെ കോളത്തിൽ ഒപ്പുവെക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോ ഏജന്റും റിലീവിംഗ് ഏജന്റും വരുമ്പോഴും പോകുമ്പോഴും ഇത് പൂരിപ്പിച്ച് അവരുടെ ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിൽ ഉള്ള 5 ഭാഗങ്ങളിലും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിവെക്കണം. മോക്ക് പോൾ കഴിഞ്ഞും പവർ പാക്ക് റീപ്ലേസ് ചെയ്യുമ്പോഴും പോൾ കഴിഞ്ഞ് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ഇവിഎമ്മോ വിവിപാറ്റോ മോക്ക് പോൾ സമയത്ത് റീപ്ലേസ് ചെയ്യുമ്പോഴോ ഇവിഎമ്മോ വിവിപാറ്റോ പോൾ സമയത്ത് റീപ്ലേസ് ചെയ്യുമ്പോഴുമാണ് ഈ 5 ഭാഗങ്ങളും പൂരിപ്പിക്കേണ്ടി വരുന്നത്. ഈ ഭാഗങ്ങൾ പൂരിപ്പിക്കുന്ന അവസരത്തിൽ അവയിലെല്ലാം തന്നെ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിലെ 5 ഭാഗങ്ങളിൽ ഒന്നായ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ പോളിംഗ് ഏജന്റുമാർ ഒപ്പുവെക്കേണ്ട ഭാഗമാണ് കാണുന്നത്. ഇതിൽ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് മോക്ക് പോൾ സമയത്ത് ഉണ്ടായിരുന്ന പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് 5 ഫോറത്തിലും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രഖ്യാപനങ്ങൾ അഥവാ ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസറിന്റെ 4 ഭാഗങ്ങളിലും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങാൻ മറക്കരുത്. പോൾ ആരംഭിക്കുന്നതിന് മുമ്പ്, മറ്റൊരു ഇവിഎം ഉപയോഗിക്കുമ്പോൾ, പോൾ അവസാനിപ്പിക്കുമ്പോൾ, ഇവിഎം സീൽ ചെയ്യുമ്പോൾ ഈ അവസരങ്ങളിലൊക്കെയാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതും അവയിൽ ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡിക്ലറേഷനിൽ ആദ്യ ഭാഗമായ പോൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഡിക്ലറേഷനിൽ പോളിംഗ് ഏജന്റുമാർ ഒപ്പിടുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഏജന്റിന്റെ ഒപ്പും അവർ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഏതെങ്കിലും ഏജന്റ് ആ സമയത്ത് സന്നിഹിതനായ ഏതെങ്കിലും ഏജന്റ് ഒപ്പ് രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചാൽ ആ ഏജന്റിന്റെ പേരും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തി അതിനു കീഴെ തീയതി രേഖപ്പെടുത്തി ഒപ്പുവെക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ മറക്കരുത്. ഈ ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ 4 ഭാഗങ്ങളിലും ഇതേ രീതിയിലാണ് ഓരോ ഭാഗത്തും ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിക്കേണ്ടത്. പോളിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫോമുകളിൽ ഒന്നായ ഫോം 17C അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡിലാണ് പ്രിസൈഡിംഗ് ഓഫീസർ
പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ട മറ്റൊന്ന്. പോളിംഗ് അവസാനിക്കുന്ന 17C ഫോറം പൂരിപ്പിച്ച് അതിൽ എല്ലാ പോളിംഗ് ഏജന്റുമാരുടെയും ഒപ്പ് വാങ്ങിക്കേണ്ടതുണ്ട്. ഒപ്പ് വാങ്ങിച്ചതിന് ശേഷം ഈ 17Cയുടെ ഒരു പകർപ്പ് പോളിംഗ് ഏജന്റുമാർക്ക് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 17C രജിസ്റ്ററിലെ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തുന്ന ഭാഗമാണ് മോണിറ്ററിൽ കാണുന്നത്. പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസറും താഴെ ഒപ്പുവെക്കേണ്ടതാണ്. പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് രണ്ടാം പോളിംഗ് ഓഫീസർ കൈകാര്യം ചെയ്യുന്ന വോട്ടർ രജിസ്റ്ററിൽ ഫോം 17A രജിസ്റ്ററിൽ രണ്ടാം പോളിംഗ് ഓഫീസർ അബ്സ്ട്രാക്ട് രേഖപ്പെടുത്തി അതിനു കീഴെയായി രണ്ടാം പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പുവെച്ചതിനു ശേഷം എല്ലാ പോളിംഗ് ഏജന്റുമാരുടെയും ഒപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടതുണ്ട്. ഫോം 17A രജിസ്റ്ററിൽ അവസാന വോട്ടറുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവസാന സീരിയൽ നമ്പർ എത്രയാണെന്ന് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പ്രിസൈഡിംഗ് ഓഫീസറും രണ്ടാം പോളിംഗ് ഓഫീസറും ഒപ്പുവെച്ച് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങേണ്ടത്. മോക്ക് പോൾ കഴിയുന്ന സമയത്ത് മെഷീൻ സീൽ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീലിലും സ്പെഷ്യൽ ടാഗിലും അതുപോലെ തന്നെ പിങ്ക് പേപ്പർ സീലിലും ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങേണ്ടതുണ്ട്. ഗ്രീൻ പേപ്പർ റിസൾട്ട് സെക്ഷന്റെ ഇന്നർ പോർഷനിൽ വെക്കുന്നതിന് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പിന് കീഴ് താഴെയായി ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി വേണം സീൽ ചെയ്യാൻ. അതുപോലെ തന്നെ സ്പെഷ്യൽ ടാഗിലും പുറകുവശത്തായി ഏജന്റുമാർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. മോക്ക് പോൾ സ്ലിപ്പുകൾ വിവിപാറ്റിൽ നിന്ന് നീക്കം ചെയ്ത് അവ ഒരു കറുത്ത കവറിലാക്കി കഴിഞ്ഞാൽ അത് ഒട്ടിച്ച് അതിൽ പിങ്ക് പേപ്പർ സീൽ കൊണ്ട് സീൽ ചെയ്യേണ്ടതുണ്ട്. ഈ പിങ്ക് പേപ്പർ സീലിലും ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിക്കാൻ മറക്കരുത്. പോളിംഗ് അവസാനിക്കുമ്പോൾ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ പേപ്പർ സീലുകളെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് ഫോറത്തിലും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വേണ്ടതുണ്ട്. M17 എന്ന ഫോറമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫോം M17 റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസ് യൂസ് എന്ന ഫോറത്തിന്റെ മോണിറ്ററിൽ കാണുന്ന ഭാഗത്താണ് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റിന്റെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ട മറ്റൊന്ന് ചലഞ്ച് ഫീക്ക് നൽകുന്ന രസീത് ബുക്കിലും അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ചലഞ്ച് വോട്ട്സ് എന്ന ഫോറത്തിലുമാണ്. ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ പോളിംഗ് ഏജന്റിന് അടച്ച ചലഞ്ച് ഫീ തിരികെ നൽകേണ്ടതുണ്ട്. അങ്ങനെ തിരികെ നൽകുന്ന അവസരത്തിൽ റെസീറ്റ് ബുക്കിന്റെ രണ്ടാം ഭാഗത്ത് ഏജന്റിന്റെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ലിസ്റ്റ് ഓഫ് ചലഞ്ച് വോട്ട്സ് എന്ന ഫോം 14 ഫോറത്തിൽ എൻട്രികൾ രേഖപ്പെടുത്തി അവിടെയും ചലഞ്ച് ഫീ തിരികെ ലഭിച്ചു എന്നുള്ളതിനുള്ള ഒപ്പ് പോളിംഗ് ഏജന്റിൽ നിന്ന് രേഖപ്പെടുത്തി സൂക്ഷിക്കണം. ചലഞ്ച് ഫീയുടെ റിസീപ്റ്റിന്റെ മോണിറ്ററിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് ഏജന്റിന്റെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടത്. ലിസ്റ്റ് ഓഫ് ചലഞ്ച് വോട്ട്സിന്റെ ആവശ്യമായ രേഖപ്പെടുത്തലുകൾക്ക് ശേഷം 10ാമത്തെ കോളത്തിലാണ് ഏജന്റിന്റെ ഒപ്പ് വാങ്ങിച്ച് സൂക്ഷിക്കേണ്ടത്. പോളിംഗിന് മുമ്പോ പോളിംഗിന് ശേഷമോ വോട്ടിംഗ് മെഷീന് തകരാറ് സംഭവിച്ചാൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത്
എന്നതു സംബന്ധിച്ചാണ് മോക്ക് പോളിനു മുമ്പോ മോക്ക് പോളിനിടയിലോ കൺട്രോൾ യൂണിറ്റോ ബാലറ്റ് യൂണിറ്റോ വിവിപാറ്റോ ഏതെങ്കിലും ഒന്ന് പ്രവർത്തനരഹിതമായാൽ പ്രിസൈഡിംഗ് ഓഫീസർ സെക്ടർ ഓഫീസറുമായി ബന്ധപ്പെട്ട് ആ യൂണിറ്റ് മാത്രം മാറ്റണം. അതായത് കൺട്രോൾ യൂണിറ്റ് തകരാറിലായാൽ കൺട്രോൾ യൂണിറ്റിനെ റീപ്ലേസ് ചെയ്യണം. ബാലറ്റ് യൂണിറ്റ് ആണെങ്കിൽ ബാലറ്റ് യൂണിറ്റ് റീപ്ലേസ് ചെയ്യണം. വിവിപാറ്റ് ആണെങ്കിൽ വിവിപാറ്റ് റീപ്ലേസ് ചെയ്യണം. വോട്ടിംഗ് മെഷീന്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് മോക്ക് പോളിന് മുമ്പോ മോക്ക് പോളിന് ശേഷമോ മാറ്റുകയാണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് പാർട്ട് 4 EVM വാർ വിവിപാറ്റ് റീപ്ലേസ്മെന്റ് ഡ്യൂറിംഗ് മോക്ക് പോൾ എന്ന ഫോറം ഫില്ല് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ ആദ്യ ഭാഗം വരുന്നത് പോളിംഗ് സ്റ്റേഷൻ വിവരങ്ങളാണ്. ആദ്യത്തേത് നെയിം ഓഫ് ഇലക്ഷൻ എന്നും, രണ്ടാമത്തേത് LA കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരും, മൂന്നാമത്തേത് HP കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരും, നാലാമത്തേത് പോളിംഗ് സ്റ്റേഷൻ നമ്പറുമാണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ പാർട്ട് 4 ഈ ഭാഗത്ത് മാറ്റപ്പെടുന്ന യൂണിറ്റിന്റെ സീരിയൽ നമ്പറും പുതിയതായി നൽകുന്ന യൂണിറ്റിന്റെ സീരിയൽ നമ്പറും ഒക്കെയാണ് രേഖപ്പെടുത്തേണ്ടത്. ഈ ഫോമിൽ വിവിപാറ്റ് റീപ്ലേസ് ചെയ്യുന്നു എന്ന് കരുതിയാണ് പൂരിപ്പിച്ചിട്ടുള്ളത്. ആദ്യ കോളത്തിൽ നൽകപ്പെട്ടിട്ടുള്ള കൺട്രോൾ യൂണിറ്റിന്റെയും ബാലറ്റ് യൂണിറ്റിന്റെയും വിവിപാറ്റിന്റെയും സീരിയൽ നമ്പർ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തേതിൽ A വിഭാഗത്തിൽ ഏതാണോ കേടുവന്നത്, തകരാറിലായത്, ആ കോളത്തിന് നേരെ Y എന്ന് രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തേതിൽ തകരാറ് സംഭവിക്കുന്നതിന് കാരണമായി കാണുന്നത് എന്ത് എന്നുള്ളതും കൂടി രേഖപ്പെടുത്തുന്നു. ഇവിടെ എറർ 52 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കോളത്തിൽ റീപ്ലേസ് ചെയ്യപ്പെട്ട യൂണിറ്റിന്റെ വിവരങ്ങളാണ്, സീരിയൽ നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്. മാറ്റപ്പെടുന്ന യൂണിറ്റിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം അടുത്ത ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരുടെ പേരും പാർട്ടിയുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും ഒപ്പുമൊക്കെ വാങ്ങി പ്രിസൈഡിംഗ് ഓഫീസർ സൂക്ഷിക്കുന്നു. അതിനടിയിലായി പ്രിസൈഡിംഗ് ഓഫീസർ തന്റെ ഒപ്പും രേഖപ്പെടുത്തി വെക്കണം. പോളിംഗ് ആരംഭിച്ചതിനു ശേഷം ഏതെങ്കിലും കാരണവശാൽ കൺട്രോൾ യൂണിറ്റോ ബാലറ്റ് യൂണിറ്റോ പ്രവർത്തനരഹിതമായാൽ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും ഒന്നിച്ച് മാറ്റി പുതിയ യൂണിറ്റുകൾ ഉപയോഗിച്ച് വോട്ടിംഗ് നടത്തേണ്ടതാണ്. അങ്ങനെ വരുന്ന പക്ഷം മോക്ക് പോൾ ചെയ്യുമ്പോൾ പുതിയ യൂണിറ്റിൽ മോക്ക് പോൾ ചെയ്യുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥിക്കും ഒരു വോട്ട് മാത്രം ചെയ്താൽ മതിയാവും. മറ്റെല്ലാ മോക്ക് പോളിന്റെ പ്രൊസീജിയറുകളും അതേപോലെ പാലിക്കണം. സീലിംഗും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. പോളിംഗിനിടയിൽ EVMോ വിവിപാറ്റോ മാറ്റേണ്ടി വന്നാൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ പാർട്ട് 5 പൂരിപ്പിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് ഭാഗം 5ന്റെ ഈ ഭാഗത്ത് തകരാറിലായ യൂണിറ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ഈ മോണിറ്ററിൽ കാണുന്ന ഈ ഫോറത്തിൽ ബാലറ്റ് യൂണിറ്റ് തകരാറിലായി എന്ന് കരുതിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് എല്ലാ യൂണിറ്റുകളുടെയും സീരിയൽ നമ്പർ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തേതിൽ ഈ തകരാറ് സംഭവിച്ച സമയം രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തേതിൽ എത്ര വോട്ടുകൾ അതുവരെ ചെയ്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു. നാലാമത്തേതിൽ എന്താണ് തകരാറ് എന്ന് സംബന്ധിച്ചുള്ള ഒരു ലഘു വിവരണം നൽകുന്നു. അതിനുശേഷം മാറ്റപ്പെട്ട അല്ലെങ്കിൽ പുതിയ യൂണിറ്റുകളുടെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തുന്നു. വീണ്ടും പോൾ തുടങ്ങിയ സമയവും ഈ ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഭാഗം 5ന്റെ അവസാന ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരുടെ പേരും അവരുടെ ഒപ്പും രേഖപ്പെടുത്തി വാങ്ങിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ താഴെ ഒപ്പുവെക്കണം. ഈ ഒപ്പിന് ശേഷം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പിന് ശേഷം അതിനു താഴെയായി സെക്ടർ ഓഫീസറുടെ ഒപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങേണ്ടതുണ്ട്.
സെക്ടർ ഓഫീസറുടെ ഒപ്പ് പാർട്ട് 5 വാങ്ങേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പോളിംഗിനിടയിൽ വിവിപാറ്റിനാണ് തകരാറ് സംഭവിച്ചതെങ്കിൽ വിവിപാറ്റ് മാത്രം മാറ്റിയാൽ മതിയാകും. അങ്ങനെ വരുന്ന പക്ഷം വീണ്ടും മോക്ക് പോൾ നടത്തേണ്ട ആവശ്യമില്ല. പോളിംഗിനിടയിൽ കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേയിൽ റീപ്ലേസ് പവർ പാക്ക് ഓഫ് CU എന്ന് കണ്ടാൽ കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി മാറ്റിവെച്ചാൽ മതിയാകും. ഇങ്ങനെയുള്ള അവസരത്തിൽ കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി സെക്ഷനിലെ സീൽ പൊളിച്ച് ബാറ്ററി എടുത്ത് മറ്റൊരു പുതിയ ബാറ്ററി വെച്ച് അത് സീൽ ചെയ്യേണ്ടതുണ്ട്. ഈ പ്രവൃത്തി ചെയ്യേണ്ടത് സെക്ടറൽ ഓഫീസർമാരാണ്. ആയതിനാൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വന്നാൽ ഉടൻ തന്നെ സെക്ടറൽ ഓഫീസറെ അറിയിക്കുകയും സെക്ടറൽ ഓഫീസർ വന്ന് കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി മാറ്റിവെച്ചു തരികയും ചെയ്യും. ഈ അവസരത്തിൽ മോക്ക് പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം പറയുന്നു. കൺട്രോൾ യൂണിറ്റിലെ പവർ പാക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന വേളയിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ ഭാഗം 2 പൂരിപ്പിച്ചു വെക്കേണ്ടതുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ ഭാഗം 2 അടുത്ത ഭാഗത്ത് കൺട്രോൾ യൂണിറ്റിന്റെ നമ്പറും മാറ്റിവെക്കാനുണ്ടായ കാരണവും പുതിയ അഡ്രസ് ടാഗിന്റെ നമ്പറും ആണ് രേഖപ്പെടുത്തേണ്ടത്. തുടർന്ന് പോളിംഗ് ഏജന്റുമാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി അവരുടെ ഒപ്പ് രേഖപ്പെടുത്തി അതിനു താഴെ പ്രിസൈഡിംഗ് ഓഫീസർ തന്റെ ഒപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം സെക്ടറൽ ഓഫീസർ ഒപ്പ് കൂടി ഈ ഫോമിൽ വാങ്ങിക്കേണ്ടതാണ്. കൺട്രോൾ യൂണിറ്റിന്റെ ഡിസ്പ്ലേയിൽ റീപ്ലേസ് പവർ പാക്ക് ഓഫ് വിവിപാറ്റ് എന്ന് വരികയാണെങ്കിൽ വിവിപാറ്റിന്റെ ബാറ്ററി മാറ്റേണ്ടതുണ്ട്. സെക്ടറൽ ഓഫീസർമാരാണ് ഈ ജോലി ചെയ്യേണ്ടത്. സെക്ടറൽ ഓഫീസർമാരെ പ്രിസൈഡിംഗ് ഓഫീസർമാർ അറിയിക്കുകയും അവർ വന്ന് സീൽ ഒഴിവാക്കി ബാറ്ററി കമ്പാർട്ട്മെന്റിൽ പുതിയ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് വീണ്ടും സീൽ ചെയ്യുകയും വേണം. ഈ അവസരത്തിൽ മോക്ക് പോൾ വീണ്ടും നടത്തേണ്ട ആവശ്യമില്ല. പോളിംഗ് സമയത്ത് മാറ്റപ്പെടുന്ന കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റോ വിവിപാറ്റോ പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ സൂക്ഷിക്കുകയും അത് റിസപ്ഷൻ സെന്ററിൽ പോളിംഗിന് ശേഷം തിരികെ ഏൽപ്പിക്കേണ്ടതുമാണ്. ഈ യൂണിറ്റുകൾ സെക്ടറൽ ഓഫീസർ വശം തിരികെ നൽകേണ്ടതില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരഞ്ഞെടുപ്പ് ദിവസം തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഡിക്ലറേഷൻസിനെ കുറിച്ചാണ്. എപ്പോഴൊക്കെയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർമാർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ ബൂത്തിനകത്തുള്ള പോളിംഗ് ഏജന്റുമാരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ബോധ്യപ്പെടുത്തലുകൾ നിർവഹിച്ചതിന് തെളിവായി പ്രത്യേക ഫോറങ്ങളിൽ അവരുടെ കയ്യൊപ്പ് വാങ്ങി സൂക്ഷിക്കേണ്ടതുണ്ട്. 4 ഘട്ടങ്ങളിലാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ പ്രഖ്യാപനങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഫോം M44 ആണ്. ഈ M44 ഫോമിന് 4 ഭാഗങ്ങളാണുള്ളത്. പാർട്ട് 1 ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് പോൾ, പാർട്ട് 2 at the time of using subsequent EVM, part 3 at the end of poll and part 4 after the sealing of EVM. അതായത് പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പും
മറ്റൊരു EVM ഉപയോഗിക്കുന്ന സമയത്തും പോളിംഗ് അവസാനിക്കുന്ന സമയത്തും സീൽ ചെയ്ത് കഴിയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത് കഴിയുന്ന സമയത്തുമാണ് പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത്. ഇവ നാലും ഫോം M44 പാർട്ട് 1, 2, 3, 4 എന്നിവയിലാണ് രേഖപ്പെടുത്തേണ്ടത് എന്നും ഓർക്കുക. പോളിംഗിന്റെ ആരംഭത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ നടത്തുന്ന പ്രഖ്യാപനമാണ് ഫോം M44 ആദ്യ ഭാഗത്തുള്ളത്. ഇതിന്റെ ആദ്യ ഭാഗത്ത് തെരഞ്ഞെടുപ്പിന്റെ പേരും പോളിംഗ് സ്റ്റേഷന്റെ നമ്പറും പേരും തിരഞ്ഞെടുപ്പ് തീയതിയുമാണ് രേഖപ്പെടുത്തേണ്ടത്. ആദ്യത്തെ ഭാഗത്തെ പ്രഖ്യാപനം പോളിംഗ് തുടങ്ങുന്ന സമയത്തുള്ള പ്രഖ്യാപനം, തുടങ്ങുന്നതിന് മുമ്പ് താൻ ചെയ്ത കാര്യങ്ങൾ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടിംഗ് മെഷീനിൽ മോക്ക് പോൾ ചെയ്തുവെന്നും അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോളിൽ PBയും EDCയും ഒഴിച്ചുള്ള മറ്റൊരു രേഖപ്പെടുത്തലുകളും വരുത്തിയിട്ടില്ല എന്നും രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം 17A രജിസ്റ്ററിൽ ഒരു തരത്തിലുള്ള എൻട്രിയും വരുത്തിയിട്ടില്ല എന്നും ബോധ്യപ്പെടുത്തണം. വോട്ടിംഗ് മെഷീനിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്രീൻ പേപ്പർ സീലിൽ തന്റെയും ഏജന്റുമാരുടെയും ഒപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനുപയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ടാഗിൽ സിഗ്നേച്ചറും അതോടൊപ്പം തന്നെ അതിന്റെ നമ്പർ പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ ടാഗും ഗ്രീൻ പേപ്പർ സീലുമൊക്കെ കൃത്യമായി ആ വോട്ടിംഗ് മെഷീനിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉള്ള പ്രഖ്യാപനമാണ് ഡിക്ലറേഷൻ ഓഫ് ദി പ്രിസൈഡിംഗ് ഓഫീസർ അറ്റ് ദി കമൻസ്മെന്റ് ഓഫ് പോൾ. ഇത് വായിച്ചു നോക്കി പോളിംഗ് ഏജന്റുമാർക്ക് വായിച്ച് കേൾപ്പിച്ച് അതിനടിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെച്ചതിനു താഴെയായി പോളിംഗ് ഏജന്റുമാരുടെ കയ്യൊപ്പും അവർ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ചില പോളിംഗ് ഏജന്റുമാർ ഒപ്പിടാൻ വിസമ്മതിച്ചാൽ അവരുടെ പേരുകൾ തുടർന്നുള്ള ഭാഗത്ത് ഏജന്റിന്റെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തി തീയതിയും രേഖപ്പെടുത്തി ഒരിക്കൽ കൂടെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് വെക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ രണ്ടാമത്തെ പ്രഖ്യാപനം മറ്റൊരു വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന അവസരത്തിലാണ് നടത്തേണ്ടത്. ഇതിൽ രണ്ടാമത്തെ വോട്ടിംഗ് മെഷീനിൽ താൻ മോക്ക് പോൾ നടത്തി പരിശോധിച്ചുവെന്നും അത് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയെന്നും പേപ്പർ സീലിൽ അതിലുപയോഗിച്ച പേപ്പർ സീലിൽ ഒപ്പ് രേഖപ്പെടുത്തി ഏജന്റുമാരുടെ ഒപ്പും ഇട്ട് അത് യഥാസ്ഥാനത്ത് വെച്ചുവെന്നും ഉപയോഗിച്ച സ്പെഷ്യൽ ടാഗിന്റെ നമ്പർ പോളിംഗ് ഏജന്റുമാരെ അറിയിച്ചുവെന്നും അത് വോട്ടിംഗ് മെഷീനിൽ യഥാസ്ഥാനത്ത് വച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ ടാഗിന്റെ സീരിയൽ നമ്പർ, ഗ്രീൻ പേപ്പറിന്റെ സീരിയൽ നമ്പർ എന്നിവ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുമുള്ള പ്രഖ്യാപനമാണ് പ്രിസൈഡിംഗ് ഓഫീസർ മറ്റൊരു വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നടത്തേണ്ടത്. അതിന് താഴെയായി പ്രിസൈഡിംഗ് ഓഫീസർമാർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഒപ്പിന് താഴെയായി ഏജന്റുമാരുടെ ഒപ്പും അവർ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഏജന്റുമാർ ഒപ്പുവെക്കുന്നതിന് വിസമ്മതിച്ചാൽ ഏജന്റിന്റെ പേരും സ്ഥാനാർത്ഥിയുടെ പേരുമാണ് താഴെ ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടത്.
അതിനുശേഷം തീയതി രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർമാർ ഒരിക്കൽ കൂടി ഒപ്പ് വെക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ മൂന്നാമത്തെ പ്രഖ്യാപനം പോൾ അവസാനിക്കുന്ന സമയത്താണ് നിർവഹിക്കേണ്ടത്. പോൾ അവസാനിക്കുമ്പോൾ, ക്ലോസ് ഓഫ് പോൾ കഴിയുമ്പോൾ ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തിയ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് ഫോം 17C ഒരു പകർപ്പ് റൂൾ 49S സബ്സെക്ഷൻ 2 പ്രകാരം പോളിംഗ് ഏജന്റുമാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രഖ്യാപനം. അതിനുശേഷം തീയതിയും സമയവും രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. സമയം രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പോളിംഗിന് അനുവദിച്ച സമയം എത്രയാണോ ആ സമയത്തോ അതിന് ശേഷമുള്ള സമയത്തോ ആയിരിക്കണം അതിൽ രേഖപ്പെടുത്തേണ്ടത്. ഒരിക്കലും പോളിംഗിന് അവസാനിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് പോലും അതിൽ രേഖപ്പെടുത്തി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ് രേഖപ്പെടുത്തിയതിനു താഴെയായി പോൾ അവസാനിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഏജന്റുമാരുടെ ഒപ്പും അവർ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തേണ്ടതാണ്. തുടർന്നുള്ള ഭാഗത്ത് പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഏജന്റുമാരിൽ ഈ ഫോറത്തിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച ഏജന്റുമാരുടെ പേരും അവർ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തി തീയതിയും സമയവും രേഖപ്പെടുത്തണം. ഈ സമയം മുകളിൽ കാണിച്ച സമയത്ത് തന്നെ ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിസൈഡിംഗ് ഓഫീസറുടെ നാലാമത്തെ പ്രഖ്യാപനം വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്തു കഴിയുന്ന സമയത്താണ് നടത്തേണ്ടത്. വോട്ടിംഗ് മെഷീൻ കൃത്യമായി സീൽ ചെയ്ത് ക്യാരിയിങ് കേസിലാക്കി അതിന് പുറത്തായി അഡ്രസ് ടാഗ് പതിച്ചിട്ടുണ്ടെന്നും അഡ്രസ് ടാഗിൽ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമുള്ള പ്രഖ്യാപനമാണ് ഇത്. താഴെയായി തീയതിയും സമയവും രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുന്നു. ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പിന് കീഴെയായി ഏജന്റുമാർ അവരുടെ ഒപ്പും അവർ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തുന്നു. ഇനി ഏതെങ്കിലും ഏജന്റുമാർ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചാൽ അതിനു താഴെയായി ആ ഏജന്റിന്റെ പേരും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തി തീയതിയും സമയവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒരിക്കൽ കൂടി ഒപ്പുവെക്കേണ്ടതാണ് എന്ന് ഓർക്കുക. പ്രിസൈഡിംഗ് ഓഫീസർ നടത്തിയ 4 പ്രഖ്യാപനങ്ങളും M44 എന്ന ഫോറത്തിലാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഈ M44 എന്ന് പറയുന്ന ഫോറം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫോം M44 ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് എന്ന് അച്ചടിച്ചിട്ടുള്ള 4/5 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള മഞ്ഞ കവറിലാണ് ഇടേണ്ടത്. ഈ ചെറിയ കവർ വീണ്ടും 4/1 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള നോൺ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്ന് അച്ചടിച്ചിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള വലിയ എൻവലപ്പിൽ സൂക്ഷിച്ച് അത് തിരിച്ച് കളക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കേണ്ടതാണ്. വിവിപാറ്റ് ഉപയോഗിക്കുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതും അല്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. വിവിപാറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, വിവിപാറ്റ് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കുമ്പോൾ എപ്പോഴും പേപ്പർ റോൾ നോബ് ലോക്ക് ചെയ്തിരിക്കണം. അതായത്
വിവിപാറ്റിന്റെ പുറകുവശത്തുള്ള പേപ്പർ റോളിലോ ഹൊറിസോണ്ടൽ പൊസിഷനിലായി മാത്രമേ വിവിപാറ്റ് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പാടുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, വിവിപാറ്റിന്റെ പേപ്പർ റോൾ നോബ് വെർട്ടിക്കൽ പൊസിഷൻ അഥവാ വർക്കിംഗ് മോഡിലാക്കി മാത്രമേ കൺട്രോൾ യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുകയുള്ളൂ. മൂന്നാമതായി, ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനകത്തും കൺട്രോൾ യൂണിറ്റ് മൂന്നാം പോളിംഗ് ഓഫീസർ ടേബിളിലുമാണ് വയ്ക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കണം. വിവിപാറ്റ് കണക്ട് ചെയ്യുമ്പോൾ ശരിയായ കളർ സ്കീം അനുസരിച്ചാണ് കണക്ട് ചെയ്തത് എന്ന് ഉറപ്പുവരുത്തണം. അതായത് ചുവന്ന ഭാഗം ചുവന്ന ഭാഗത്തേക്കും കറുപ്പ് ഭാഗത്തേക്കുമായി ആണ് കണക്ഷൻ നടത്തിയത് എന്ന് ഉറപ്പുവരുത്തണം. ബാലറ്റ് യൂണിറ്റിൽ നിന്ന് വിവിപാറ്റിലേക്കും വിവിപാറ്റിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്കും കണക്ഷനുകൾ നടത്തുമ്പോൾ ശരിയായ രൂപത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം നോക്കണം. ആക്ച്വൽ പോൾ തുടങ്ങുന്നതിന് മുമ്പ് വിവിപാറ്റിന്റെ ഡ്രോപ്പ് ബോക്സ് സീൽ ചെയ്യേണ്ടതാണ്. കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷനും ആക്ച്വൽ പോളിന് മുമ്പ് സീൽ ചെയ്തിരിക്കണം. കൺട്രോൾ യൂണിറ്റിന്റെ ഡിസ്പ്ലേയിൽ RROR എന്ന മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് വിവിപാറ്റുമായി സംബന്ധിച്ച എറർ മെസ്സേജ് ആണ്. ഇത്തരം ഘട്ടങ്ങളിൽ സെക്ടർ ഓഫീസറെ അറിയിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇനി ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ, വിവിപാറ്റ് പേപ്പർ റോൾ നോബ് അൺലോക്ക് പൊസിഷനിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ആക്കാതെ കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്യരുത്. രണ്ടാമതായി, വിവിപാറ്റിന്റെ ഡിസ്പ്ലേയിലേക്ക് സൂര്യവെളിച്ചം നേരിട്ടോ അല്ലെങ്കിൽ വലിയ പവറിലുള്ള ലൈറ്റുകളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണക്ടറുകളുടെ ഇരുവശത്തുമുള്ള ക്ലിപ്പുകൾ അമർത്തിപ്പിടിക്കാതെ ഒരിക്കലും കേബിളുകൾ മെഷീനിൽ നിന്ന് അഴിച്ചെടുക്കരുത്. മെഷീൻ ഓൺ ചെയ്യുമ്പോൾ വിവിപാറ്റിൽ നിന്ന് വീഴുന്ന 7 സ്ലിപ്പുകൾ മുഴുവനായി പ്രിന്റ് ചെയ്ത് ഡ്രോപ്പ് ബോക്സിലേക്ക് വീഴാതെ ഒരിക്കലും ഇടയ്ക്ക് വെച്ച് കൺട്രോൾ യൂണിറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യരുത്. വിവിപാറ്റിന്റെ പേപ്പർ റോൾ വച്ചിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് തരുമ്പോൾ തന്നെ സീൽ ചെയ്തിരിക്കും. ഈ സീൽ ഒരിക്കലും അഴിക്കുവാനോ പൊട്ടിക്കുവാനോ പാടുള്ളതല്ല. കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേയിൽ പ്രിന്റർ എറർ എന്ന മെസ്സേജ് വരികയാണെങ്കിൽ ഒരിക്കലും പോളിംഗ് ആരംഭിക്കരുത്. വിവിപാറ്റ് എന്തോ എറർ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മോക്ക് പോൾ സമയത്ത് ലഭിക്കുന്ന വിവിപാറ്റ് സ്ലിപ്പുകൾ മോക്ക് പോൾ സ്ലിപ്പ് എന്ന് സ്റ്റാമ്പ് ചെയ്യാതെ ബ്ലാക്ക് കവറിനകത്താക്കി പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്യരുത്.